ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഈ കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള വീഡിയോസാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സാധാരണ നമ്മളിൽ പലരും കരുതുന്നത് എല്ലാ ദിവസവും ഒരുപോലെ ആകുമ്പോൾ ജീവിതത്തിൽ വിരസത കടന്നു വരുമെന്നാണ്. എന്നാൽ കൺ തുറക്കുമ്പോൾ കാണുന്ന പ്രഭാതവും ഉറങ്ങി ഉണരുമ്പോൾ ലഭിക്കുന്ന ദിനങ്ങളും നമുക്ക് ലഭിക്കുന്ന മൂല്യവത്തായ ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിരസത എന്ന വാക്കിന് ഒരു അപഹാസ്യത വരുന്നത്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. സത്യം പറയാലോ, ഈ ലോകം എത്രമാത്രം സുന്ദരമാണെന്നോ. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കൂ. ഒട്ടേറെ മനോഹരമായ കാഴ്ചകൾ കാണാം. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും ലോകത്തിൻ്റെ മനോഹാരിതയെ മനസ്സിലും കണ്ണിലും ആവാഹിക്കുമ്പോൾ നാം ആകുലചിത്തരായി സദാ മുഴുകേണ്ടി വരില്ലെന്നതാണ് എൻ്റെ അനുഭവം കേട്ടോ. കാലത്ത് തന്നെ വേദാന്തം പറഞ്ഞു തുടങ്ങിയെന്നൊക്കെ കരുതുന്നുണ്ടാവും. ഏതായാലും ഇന്നത്തെ പ്രാതലിലേക്ക് കടക്കാം. പുട്ടും കടലയും ആയിരുന്നു തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും പ്രാതലൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മിനിയാന്ന് നെല്ലിക്ക വാങ്ങിച്ചു വെച്ചത് ഉപ്പിലിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് അതങ്ങനെ അവിടെ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ഉപ്പിലിട്ട് വെക്കാമെന്ന് കരുതിയിട്ട് നെല്ലിക്കയൊക്കെ നന്നായി കഴുകിയെടുത്തു. എന്നിട്ട് ആ ഉപ്പിലിടൽ കർമ്മം അങ്ങ് നിർവഹിക്കുകയാണ്. മുമ്പൊക്കെ എനിക്ക് നെല്ലിക്ക ഉപ്പിലിടേണ്ട ശരിയായ രീതി അറിയില്ലായിരുന്നു. ഞാൻ സാധാരണ നമ്മുടെ പച്ചവെള്ളത്തിൽ ഉപ്പും ചേർത്ത് നെല്ലിക്ക അങ്ങ് ഉപ്പിലിട്ട് വെക്കാറാണ്. പിന്നീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവരത് ചെയ്യുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് നെല്ലിക്ക ചേർത്ത് അല്പനേരം അടച്ചു വെക്കും. ചൂടൊക്കെ മാറിയ ശേഷം അല്പം മുളകും ഉപ്പൊക്കെ ചേർത്ത് ഭരണിയിലേക്ക് ഇട്ട് വെക്കാറാണ് അവർ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം കുറച്ച് വിനീഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾ നെല്ലിക്ക കഴിക്കാൻ വലിയ മടി കാണിക്കില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഇതെടുത്ത് ഈ പാത്രം കാലിയായിക്കോളും. സെൽഫ് ഹൈജീന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കുറച്ച് സമയം നമുക്ക് വേണ്ടി കണ്ടെത്തണം. അപ്പോൾ 1-2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഞാൻ എനിക്കായി കുറച്ച് നേരം നീക്കി വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ താല്പര്യം കാണിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. തന്നെത്താൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവർ പോലും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. വ്യക്തി ശുചിത്വം നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അനാവശ്യ രോമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് അല്ലെങ്കിൽ ഏത് രീതിയാണ് ഞാൻ ചെയ്യുന്നത് എന്നതാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. നിങ്ങളിൽ പലരും ചെയ്യുന്നതാകും, ചിലരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇത് ഞാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് പങ്കുവെക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഹെയർ റിമൂവിങ് ക്രീം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. വീറ്റ് എന്ന പേരിലുള്ള ഹെയർ റിമൂവിങ് ക്രീമാണിത്. എൻ്റെ ഹൈദരാബാദി സ്നേഹിതയാണ് കേട്ടോ എനിക്കിത് ആദ്യം പരിചയപ്പെടുത്തി തന്നത്. അവർ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ബ്യൂട്ടി തിങ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവർ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഈ ക്രീമിൻ്റെ കാര്യം. അപ്പോൾ ഇത് ഉപയോഗിച്ചതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇതുവരെ യാതൊരു അലർജി പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ഇത് ഉപയോഗിക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. ഈ ക്രീമിനൊപ്പം തന്നെ ലഭിക്കുന്ന സ്പാച്ചില ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രീം ഏത് സ്ഥാനത്താണ് ഉപയോഗിക്കേണ്ടത് അവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് നമുക്കതങ്ങനെ അവിടെ കിടന്നോട്ടെ എന്ന് വെക്കാം. അത് കഴിഞ്ഞ് ഒരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ ഈ സ്പാച്ചില മാത്രം മതിയാകും. ഷേവിങ് സെറ്റ് ഉപയോഗിക്കുന്നത് പോലെ ഈ സ്പാച്ചില വെച്ചൊന്ന്
വലിച്ചെടുത്താൽ നമ്മുടെ ആ ക്രീമിനൊപ്പം നമ്മുടെ അനാവശ്യ രോമങ്ങളും പോരുന്നതായിരിക്കും. അപ്പോൾ ഇത് പുരട്ടി വെച്ചിരിക്കുന്ന നേരം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാട്ടോ. ഒന്നുകിൽ നഖം വെട്ടാം, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ എക്സർസൈസ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മാർഗ്ഗമായതുകൊണ്ട് തന്നെ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അലർജി ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടിട്ട് മാത്രം ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒതുക്കി കഴിഞ്ഞ ശേഷം ഇത്തിരി നേരം വിശ്രമിച്ചു. ഇനിയിപ്പോൾ രാത്രിയത്തേക്കുള്ള പണിയൊന്നുമില്ല. ഇന്ന് ഫ്രീ ആണ്, ഇന്നത്തെ ദിവസം ഫ്രീ ആണ്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് നമ്മൾ വീക്കെൻഡായിട്ട് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈയിടെയായിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള സ്ഥിതി ആയിട്ടുണ്ടല്ലോ. ഈ ശനിയാഴ്ച നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ കണ്ണൂർ ടൗണിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കണ്ണൂരേക്ക് പോകുന്ന വഴി ഒരു ഇൻസ്ട്രുമെൻ്റ് ഷോപ്പിൽ കയറിയിട്ട് മക്കൾക്ക് വയലിനും ഗിത്താറും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുകയാണ്. മാസിനൊരു ഗിത്താർ വാങ്ങിക്കണമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു ഗിത്താർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടൗണിലെത്തിയപ്പോൾ സന്ധ്യ ആയിട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പിസ്സ കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കണ്ണൂരിൽ. അപ്പോൾ ഇവിടെ കണ്ണൂർ അടുത്തായിട്ട് ഡൊമിനോസ് പിസ്സ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാസിനും ബാപ്പയും ചേർന്ന് പിസ്സക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം ഞാനും മർവാനും ജാസ്മിനും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒമാനിലുള്ളപ്പോൾ എല്ലാ വീക്കെൻഡും മാസിനും ഒഴിവാക്കാത്ത സാധനമാണ് കേട്ടോ ഈ ഡൊമിനോസ് പിസ്സ. നാട്ടിൽ വന്നിട്ട് അവന് മിസ് ചെയ്യുന്ന ഏക സാധനം ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറവ് കൂടി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പെപ്പറോണിയാണ് ജാസ്മിൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ പെപ്പറോണിയാണ് ഞങ്ങൾ ലാർജ് പിസ്സയായി വാങ്ങിച്ചത്. പിന്നെ നമ്മളിത് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുർക്കിഷ് ഫ്ലേവറിൻ്റെ പാസ്ത പിസ്സയും മറ്റേത് ചീസ് പിസ്സയാണ്. പിന്നെ ഡോമിനോസിൻ്റെ തന്നെ ചിക്കൻ നഗറ്റ്സ് പോലത്തെ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഡെലീഷ്യസ് ഡിന്നർ തന്നെ ആയിരുന്നു.
ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വീക്കെൻഡ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എനിക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല കേട്ടോ. വിലപ്പെട്ട സമയമാണ് നിങ്ങൾ അപ്പൂസ് കിച്ചന് വേണ്ടി ചിലവഴിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സമയം ചിലവഴിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുമ്പോഴേക്കും എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.